Hi my dear friends, good morning to all. How are you? Are you fine? എല്ലാവർക്കും സുഖമാണോ? നമ്മുടെ ക്ലാസ്സിന് ഒത്തിരി ഗ്യാപ്പ് വന്നില്ല അല്ലേ? കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കൂടിയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായായിരുന്നോ? ഇനി അല്ല, മനസ്സിലാവാത്ത രീതിയിലോ അല്ലെങ്കിൽ മനസ്സിലായതിനെ കുറിച്ചോ കമൻ്റ് ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്ലാസ്സുകൾക്കെല്ലാം ഇത് ഫ്രഷേഴ്സ്, അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്നവർക്കൊരു പക്ഷേ ഇതൊരു മനസ്സിലാകുവാൻ ബുദ്ധിമുട്ടൊരു പക്ഷേ അനുഭവപ്പെട്ടേക്കാം. അങ്ങനെയുള്ളവർ ഒന്ന് പറയണം കേട്ടോ. പിന്നെ അത് തന്നെയല്ല, നമുക്ക് കുറേയെല്ലാം കാര്യങ്ങൾ അറിയാവുന്നവർ, എന്നാൽ സംസാരിക്കുമ്പോൾ തെറ്റുവരാൻ സാധ്യതയുള്ള അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് ഇഫ് എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം എന്താണ്? എങ്കിൽ എന്നാണ്. എങ്കിൽ, ഇഫ് യു സ്റ്റഡി, നിങ്ങൾ പഠിച്ചെങ്കിൽ, എങ്കിൽ എന്നാണ്. അതുപോലെ തന്നെ അതേ മീനിങ് മലയാളത്തിൽ വരുന്നതാണ്. എങ്കിൽ എന്ന വാക്കും എങ്കിലും എന്ന വാക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? എങ്കിലും എന്താണ് അതിൻ്റെ വ്യത്യാസം? എങ്കിൽ എന്ന് പറയുന്നതിന് നമ്മൾ ഈഫ് ഉപയോഗിക്കും. എന്നാൽ എങ്കിലും അല്ലെങ്കിൽ എന്നിരുന്നാലും എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ദോ. THOUGH, ദോ എന്ന് പറയും. അല്ലെങ്കിൽ ഈഫ്, ദോ. ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിന് ഈഫിൻ്റെ അർത്ഥവും ദോയുടെ അർത്ഥവും നമ്മൾ പഠിച്ചതിന് ശേഷം വേണം ഇത് കൂട്ടി നമുക്ക് സെന്റൻസ് പറയുവാൻ പഠിക്കുവാനല്ലേ. അതെന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നത്. ഇതിൻ്റെ അർത്ഥവ്യത്യാസം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതും എന്നാൽ നമ്മൾ അത്രയൊന്നും ശ്രദ്ധിക്കുകയില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇഫ് യു ട്രൈ ടു സ്പീക്ക്, നിങ്ങൾ സംസാരിക്കുവാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നതും ദോ യു ട്രൈ ടു സ്പീക്ക്, നിങ്ങൾ സംസാരിക്കുവാൻ ശ്രമിച്ചു എങ്കിലും എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫസ്റ്റ് നമ്മൾ ശ്രമിച്ചെങ്കിൽ നമുക്ക് സാധിക്കുമായിരുന്നു എന്നൊരർത്ഥം വരും. അതായത് നമ്മൾ ഇഫ് യു ട്രൈ ടു സ്പീക്ക് സംസാരിക്കുന്നതിന്, നിങ്ങൾ സംസാരിക്കുന്നതിന് ശ്രമിച്ചെങ്കിൽ എന്ന് പറയുന്നതും സംസാരിക്കുന്നതിന് ശ്രമിച്ചു എന്ന് വരും. അന്നേരം അത് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ പറയുന്നത്. ദോ യു ട്രൈഡ് ടു സ്പീക്ക്, നിങ്ങൾ സംസാരിക്കുന്നതിന് ശ്രമിച്ചു എങ്കിലും. സംസാരിച്ചതിന് ശ്രമിച്ചെങ്കിൽ എന്ന് പറയുന്നതും സംസാരിക്കുന്നതിന് ശ്രമിച്ചു എങ്കിലും എന്ന് പറയുമ്പോൾ രണ്ടാമത്തേതിന് നെഗറ്റീവ് മീനിങ് വരുമല്ലേ. നിങ്ങൾ സംസാരിക്കുന്നതിന് ശ്രമിച്ചെങ്കിലും നിങ്ങൾക്കതിന് സാധിച്ചില്ല. ദോ യു ട്രൈഡ് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുന്നതിന് ശ്രമിച്ചെങ്കിലും, നിങ്ങൾ ഉറങ്ങുന്നതിന് ശ്രമിച്ചു എങ്കിലും എന്ന് പറയുന്നു. ഇഫ് യു ട്രൈ ടു സ്ലീപ്പ്, നിങ്ങൾ ഉറങ്ങുന്നതിന് ശ്രമിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ശ്രമിച്ചെങ്കിൽ എന്നുള്ള ഒരു മീനിങ്. അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കൂ. അതുപോലെ നമ്മൾ പറയുകയാണ് ഇഫ് ഹി ട്രൈ ടു സ്റ്റഡി അറ്റ്ലീസ്റ്റ് 5 sentences ഇൻ എ ഡേ എന്ന് പറഞ്ഞാലോ, ഇഫ് ഹി സ്റ്റഡി, അവൻ പഠിക്കുന്നതിന് ശ്രമിച്ചിരുന്നെങ്കിൽ, ഇഫ് ഹി ട്രൈ ടു സ്പീക്ക് അറ്റ്ലീസ്റ്റ് 5 sentences എ ഡേ, ഒരു ദിവസം 5 സെന്റൻസ് വാചകങ്ങൾ വെച്ച് സംസാരിക്കുവാൻ അവൻ പഠിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവൻ പഠിച്ചതന്നെയായിരുന്നു. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചതന്നെയായിരുന്നു. പക്ഷേ അടുത്ത സെന്റൻസ് നമ്മൾ ദോ ഉപയോഗിച്ച് പറയാണ്. ദോ ഹി ട്രൈ ടു സ്പീക്ക് ദോ ഹി ട്രൈ ടു സ്പീക്ക് 5 sentences ഇൻ എ ഡേ, ഒരു ദിവസം അവൻ 5 സെന്റൻസ് വെച്ച് സംസാരിക്കുവാൻ പഠിച്ചു എങ്കിലും, അവൻ അങ്ങനെ പഠിക്കുവാൻ ശ്രമിച്ചു എങ്കിലും അവന് എന്നാ പറ്റി? അത് സാധിച്ചില്ല. അതിനു വേണ്ടിയിട്ട് അവന് സാധിച്ചില്ല എന്ന് വരും ആ മീനിങ്. അതാണ് ഇഫ് ഹി ട്രൈ ടു സ്പീക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 സെന്റൻസ് എങ്കിലും വെച്ച്
അവൻ സംസാരിക്കുവാൻ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഈഫും ദോ ഹി ട്രൈ ടു സ്പീക്ക് 5 സെൻറ്റൻസസ് പെർ ഡേ, അവന് 5 സെൻറ്റൻസ് വെച്ച് ഒരു ദിവസം സംസാരിക്കുവാൻ പഠിച്ചു എങ്കിലും. അതാണ് ഈഫും ദോയും തമ്മിലുള്ള വ്യത്യാസം. ഈഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ, ദോ എന്ന് പറഞ്ഞാൽ എങ്കിലും അല്ലെങ്കിൽ എന്നിരുന്നാലും എന്നുള്ള മീനിങ് വരും. സാധാരണ നമ്മൾ ദോ ഉപയോഗിക്കുന്നത് നെഗറ്റീവിലും, ഈഫ് നമ്മൾ പോസിറ്റീവ് ശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ അതിനുവേണ്ടി ആ ഒരാൾക്ക് നമ്മൾ അവരെ എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങളത് ശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞ്, ശ്രമിച്ചെങ്കിൽ എന്ന് നമ്മൾ പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യുന്നു. പക്ഷേ സാധാരണ രീതിയിൽ ദോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏത് സമയത്താണ് ഉപയോഗിക്കുന്നത്? അവൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും എന്ന് പറയാം. അതുപോലെ അവൻ ഉറങ്ങാൻ ശ്രമിച്ചു എങ്കിലും അത് അങ്ങനെ പറയുമ്പോഴേ നമുക്കറിയാം അവന് എന്നാ പറ്റിയെന്നുള്ള വിവരം നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ മീനിങ് ഉണ്ടല്ലേ. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വാക്കുകൾ, ഈ നമ്മൾ ഇഫ് യു ഗോ ദെയർ, നിങ്ങളവിടെ പോയെങ്കിൽ, നിങ്ങൾ അവിടെ പോയെങ്കിൽ നമുക്ക് തന്നെ സംഭവിക്കാം. നിങ്ങളവിടെ പോയെങ്കിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മീനിങ് ദോ യു, പിന്നെ ഗോ അല്ല, ദോ യു വെൻറ്റ് ദെയർ, നിങ്ങളവിടെ പോയെങ്കിലും, നിങ്ങളവിടെ പോയെങ്കിലും. ഇഫ് യു ദോ യു ഗോ ദെയർ എന്ന് അല്ല പറയുന്നത്, ദോ യു വെൻ ദെയർ, നിങ്ങളവിടെ പോയെങ്കിലും എന്ന് പറയുന്നു. അതുപോലെ ഈ സെൻറ്റൻസും നമ്മൾ ഈ ഈഫ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആളെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ വെർബ് പറഞ്ഞാൽ മതി. ഗോ, ഇഫ് യു ടോക്ക്, റീഡ്, ഈറ്റ്, അങ്ങനെയുള്ള വെർബുകളാണ് നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം പറയുന്നത്. കുറേ അധികം വെർബുകൾ നമുക്കറിയാം. ആ വെർബ് വെച്ച് നമ്മൾ സംസാരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഈ ദോയുടെയും ഈഫിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച കുറേ കാര്യങ്ങൾ വെച്ച് നിങ്ങളൊന്ന് സംസാരിക്കുവാൻ, ഈ പഠിച്ച വെർബുകളുള്ളത് നിങ്ങൾ പഠിച്ച വെർബുകൾ മാത്രം മതി. പുതിയ വെർബിന് വേണ്ടി നമ്മൾ അത് തേടി പോവേണ്ട കാര്യമില്ല. അത് വെച്ചൊന്ന് സംസാരിക്കുവാൻ ശ്രമിച്ചു നോക്കിയേ. ദോ ചേർത്ത് ഈഫ് ചേർത്ത് നമ്മൾ അതിനു മുമ്പ് ഇതിന് മുമ്പിലെ പഠിച്ച ടു ചേർത്ത് പറയുന്നതിനും നമ്മൾ വെർബിന് മുമ്പിലെ ടു ചേർക്കുന്നത് പറഞ്ഞു. ഇതിന് അങ്ങനെ ഓരോ മീനിങ് വരുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇത് കുറേ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ പഠിച്ച വാക്കുകൾ മതി. അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ കുറേയെങ്കിലും സംസാരിക്കുവാൻ സാധിക്കുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കിയേ. നമ്മൾ പഠിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേറൊരാൾ ചോദിച്ചാൽ നമുക്കത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് നമ്മൾ ഏബിളായിരിക്കണം. ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇടുന്നത്. ആ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. വെറുതെ ക്ലാസ് കൂടിയിട്ട് ഇത് ബൈഹാർട്ട് പഠിച്ച് നിങ്ങൾ പറയാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു സെൻറ്റൻസ് പഠിച്ചതിന് ശേഷം അതിൻ്റെ ആ മീനിങ് ഏത് രീതിയിലാണ്, എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതുപോലെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി പറയുവാൻ വേണ്ടി ശ്രമിക്കുക. അതിന് സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഈ പഠിപ്പിച്ചയാളുടെ, ഇത് പറഞ്ഞു തന്നയാളുടെ സഹായം ചോദിക്കുക. അത് എങ്ങനെ, ഇതാണെങ്കിൽ എന്ത് എന്നുള്ള സംശയം ചോദിക്കുന്നത്. ഓക്കെ, ഈഫും ദോയും തമ്മിലുള്ള അർത്ഥവ്യത്യാസം മനസ്സിലായോ? എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായോ? അങ്ങനെയുള്ള കുറേ വാക്കുകളും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ നമുക്കും മുന്നോട്ട് പോകാം കേട്ടോ. നല്ല രീതിയിൽ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് എല്ലാവിധ മംഗളങ്ങളും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ് ടു ടോക്ക് ആസ് early as possible without spelling mistake or grammar mistakes. Okay, wish you let us see in the next class. Till then, bye.